പോക്കോ നമുക്ക് അയച്ചു തന്ന ഒരു ബോക്സാണ്. ഇതിനകത്തൊരു സ്മാർട്ട് ഫോണാണ്. പലർക്കും അറിയാം ഇത് ഏത് ഫോണാണെന്ന് അല്ലേ. പോക്കോയുടെ സ്ഥിരം കളർ പാറ്റേൺ മഞ്ഞ കളറിലെ ബോക്സിലാണ് വന്നിരിക്കുന്നത്. ഈ ബോക്സ് തന്നെ ഒരു ലെതർ ടൈപ്പ് ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ ഒരു കുഞ്ഞു കൊളുത്തുമൊക്കെ ആയിട്ടാണ് ഈ ബോക്സ് വന്നിരിക്കുന്നത്. ഇത് തുറക്കുകയാണ്. യെസ്, ദേ പോക്കോ M5 ബിൽഡ് ടു ഔട്ട് പെർഫോം. അപ്പോൾ ഇതിനകത്തിരിക്കുന്നത് പോക്കോ M5 എന്ന് പറയുന്ന പോക്കോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണാണ്. നോക്കി, പോക്കോയുടെ ടിപ്പിക്കൽ മഞ്ഞ ബോക്സിനകത്താണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്യാം. ഈ ബോക്സിനകത്ത് വേറെ ഒന്നുമില്ല. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ പോക്കോ M5 എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല സ്റ്റൈൽ ആൻഡ് ബോക്സ്. പുറത്ത് ഇതുപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ട് പോക്കോ M5 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് MediaTekൻ്റെ ഹീലിയോ G99 എന്ന് പറയുന്ന പുതിയൊരു പ്രോസറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതുപോലെ ഇതൊരു 90 ഹെഡ്സ് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ സ്മാർട്ട് ഫോണാണ്. 50 MBയുടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. അപ്പം നമുക്ക് വന്നിരിക്കുന്ന കളർ എന്ന് പറയുന്നത് IC ബ്ലൂ എന്ന് പറയുന്ന കളർ വേരിയൻ്റാണ്. 6GB RAM 128GB ഇൻറ്റർണൽ മെമ്മറി വേരിയൻ്റ്. ഒരു മഞ്ഞ ബോക്സ്. ഈ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ബോക്സ് ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സിം ഇജക്ടർ പിന്നുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ക്യാമറാമാനെ കുറ്റം പറയരുത്. ഇത് നമ്മുടേതായ ഒരു രീതിക്ക് നമ്മുടേതായ ഒരു സ്റ്റൈലിന് ക്യാമറ മൂവ് ചെയ്യിച്ചുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ് ഹൈ എൻഗേജ്മെൻറ്റിന് വേണ്ടി. അപ്പോൾ അല്ലാതെ ക്യാമറാമാൻ്റെ കുഴപ്പമല്ല. അത് പലരും അങ്ങനെ കമൻറ്റ് വരുന്നതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. എനിവേ, ഇതിനകത്ത് ഇനി അഡീഷണൽ ആയിട്ടുള്ളത് ഒരു യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, അതുപോലെ ഇതിനകത്ത് ഒരു ബാക്ക് കേസും കൊടുത്തിട്ടുണ്ട്. ഈ ബാക്ക് കേസിനകത്ത് ആ ക്യാമറയുടെ മൊഡ്യൂൾ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ആ ഒരു ക്യാമറയുടെ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്ന്. ഒരുവിധം ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ഒരു ക്രിസ്റ്റൽ ക്ലിയർ അല്ല. ഒരല്പം ഒരു ഷെയ്ഡി കളറാണ് ഈ ഒരു കേസിനുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതിനകത്തുള്ളത് ദേ ഫോണാണ്. ഫോണിലേക്ക് വരാം. അത് കൂടാതെ ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് 22.5 വാട്ടിൻ്റെ ചാർജറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. കൂടാതെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ടൈപ്പ് C ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ബോക്സിനകത്തുള്ളത്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ദേ ഇരിക്കും സ്മാർട്ട് ഫോൺ. അപ്പം ഞാൻ നോക്കി ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കണ്ടു. യെസ്, ഇതാണ് പോക്കോ M5. ഓക്കെ, ലെതർ ഫിനിഷ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ കൂടി നമുക്കങ്ങ് ഒഴിവാക്കാം. നല്ല രസമുണ്ട്. പോക്കോയുടെ തന്നെ മുൻകാല ഫോണുകളുടെ ചില ഡിസൈൻ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് പോക്കോ M5 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ പോക്കോ എന്ന് എഴുതിയിട്ടുണ്ട്. വലിയൊരു ക്യാമറ മൊഡ്യൂൾ. ഈ ഒരു ഭാഗത്തായിട്ട് 3 ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. ഒരു LED ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. മൊത്തത്തിൽ ആ 4 കാര്യങ്ങളും നല്ല രീതിയിലാണ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഭംഗിയുണ്ട്. ഈ ഒരു ടെക്സ്ചർ ഫിനിഷ് തന്നെയാണ് ഇതിന് ഒരു പ്രീമിയം ലുക്ക് നൽകുന്നതെന്ന് പറയാതെ അടിപൊളി ഡിസൈൻ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു യെല്ലോ കളർ കൂടിയുണ്ട്. അത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു കാഴ്ചയ്ക്ക്. എന്തായാലും ഫോൺ ഓൺ ചെയ്തു. പോക്കോ എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഫുൾ HD 30 frames per second വരെയുള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അത് വലിയ തിരക്കേടില്ലാത്ത ഔട്ട്പുട്ട് നൽകുന്നുണ്ട്. പ്രൈമറി ക്യാമറ വലിയ കുഴപ്പമില്ല. ഇതിനകത്ത് ആ ഒരു HDR എഫക്റ്റൊക്കെ ഓക്കെയാണ്. എസ്പെഷ്യലി നമ്മളിതിൻ്റെ ആ സ്കൈയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് വിസിബിൾ ആവുന്നുണ്ട്. പ്രൈമറി ക്യാമറ വലിയ തിരക്കേടില്ലാത്ത ഒരു റിസൾട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 50 MP പ്രൈമറി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നമ്മൾ കുറച്ച് നേരമല്ലേ കളിച്ചുള്ളൂ. ഇതുവരെ കളിച്ചതിൽ വെച്ചിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കോൾ ഓഫ് ഡ്യൂട്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഗ്രാഫിക് ക്വാളിറ്റിയും ഫ്രെയിം റേറ്റും മീഡിയത്തിൽ വെച്ചിട്ടാണ് നമ്മളിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സെറ്റിംഗ്സിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. സ്റ്റെബിലൈസേഷൻ ഒക്കെ കുറവാണ്. അതുപോലെ കളർ കുറച്ച് ബ്ലീച്ച് ആവുന്നുണ്ട്. ലൈറ്റ് കറക്റ്റായിട്ടല്ല, കുറച്ചൊരു ബ്ലീച്ച് പോലെ ഫ്രണ്ട് ക്യാമറ വീഡിയോ എടുക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു സ്മാർട്ട് ഫോണിന് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ചെറിയ സ്ക്രാച്ച് ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ പോർട്രേറ്റ് സെൻസർ എന്ന് പറയുന്ന 2 MP അതും ഒരുവിധം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് അതിൽ ചെയ്യുന്നതെന്ന് വേണം പറയാൻ. ഫോണിൻ്റെ ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ആണെങ്കിലും 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു സ്മാർട്ട് റിഫ്രഷ് റേറ്റ് നൽകിയിരിക്കുന്ന സ്മാർട്ട് ഫോണാണ്. അതായത് 30, 60, 90 ഇങ്ങനെ ഇതിൻ്റെ നമ്മുടെ യൂസ് കേസ് അനുസരിച്ച് കൊണ്ട് വേരി ചെയ്യുന്ന 30, 60, 90 ഇങ്ങനെ വേരി ചെയ്യുന്ന തരത്തിലുള്ള റിഫ്രഷ് റേറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് 240 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. സാധാരണ 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള ഫോണുകളിൽ 180 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റാണ് വരുന്നത്. പക്ഷേ ഇവിടെ 240 ഹെഡ്സ് ടച്ച് സാമ്പിളിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൈ വിരലിലൂടെ സ്ക്രീൻ വഴി തിരിച്ചറിയാൻ സാധിക്കും. ഇത് ഈ ഒരു ഫോണിൻ്റെ 2 MP മാക്രോ സെൻസർ ഉപയോഗിച്ച് എടുത്ത ഒരു മാക്രോ ഷോട്ടാണ്. അതും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും കളറൊന്നും അത്ര ആക്യുറേറ്റ് അല്ല. ഓക്കെ എന്ന് പറയാം. ഫിംഗർ പ്രിന്റ് ഇത്തരത്തിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഫാസ്റ്റ് ആണ്. കണ്ടില്ല, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അൺലോക്ക് ആകുന്നുണ്ട്. 8 MP സെൽഫി ക്യാമറ ഒരുവിധം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് നൽകുന്നത്. എസ്പെഷ്യലി ഇതുപോലെ ബ്രൈറ്റ് കണ്ടീഷനിൽ നല്ല ഒരു സെൽഫി ഫോട്ടോ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വൈഡ് വൈൻ L1 സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നും HD കണ്ടന്റുകൾ സ്ട്രീം ചെയ്ത് കാണാൻ സാധിക്കും.
ഇതിപ്പോൾ ഇൻഡോർ ലൈറ്റിങ്ങിലുള്ള ചില ഷോട്ടുകളാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അതായത് ലോ ലൈറ്റാണ്, സാധാരണ ആർട്ടിഫിഷ്യൽ ലൈറ്റിലുള്ള ചില ഫോട്ടോസാണ് ഇപ്പോൾ നമ്മൾ ഈ എടുക്കുന്നത്. അതും ഓക്കെ എന്ന് വേണം പറയാൻ. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ക്യാമറ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സമ്മാനിക്കുന്നത്. ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബോട്ടം ഫയറിങ്ങിലൂടെയാണ് സൗണ്ട് പുറത്തേക്ക് വരുന്നത്, അല്ലാതെ സ്റ്റീരിയോ സ്പീക്കർ സംവിധാനം കൊടുത്തിട്ടില്ല. ഈ ഒരു ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കാമായിരുന്നു തോന്നി, പക്ഷേ ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അത് വയേർഡ് കണക്ഷനിലാണ്. നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന മികച്ച ക്വാളിറ്റി സൗണ്ട് കിട്ടും. അല്ലെങ്കിലും സ്പീക്കറിലൂടെ വരുന്ന മോണോ സ്പീക്കർ ആണെങ്കിലും ഒരുവിധം ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ മീഡിയടെക്കിൻ്റെ G99 എന്ന 6nm പ്രോസറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ പ്രോസറാണ്. പക്ഷേ നമ്മൾ G99 എന്ന പ്രോസറുമായിട്ട് വരുന്ന രണ്ടാമത്തെ സ്മാർട്ട് ഫോണാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇതിനു മുമ്പ് നേരത്തെ ഒരു ഫോൺ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് 6nm പ്രോസർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബാറ്ററി എഫിഷ്യൻ്റ് ആണ്, പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവില്ല. ഫോണിന്റെ ബാക്ക് സൈഡ് ഇതുപോലെ നേരത്തെ കണ്ടതുപോലെ 3 ക്യാമറകൾ. പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സലിന്റെ സെൻസറാണ്. സെക്കൻഡറി ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസറും ടെർഷറി ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. ഓർക്കുക, വൈഡ് ആംഗിൾ ക്യാമറ സെൻസർ ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിട്ടില്ല. സെൽഫി എടുക്കാനായിട്ട് ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് 8 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ 2 വേരിയന്റിലാണ് ലഭിക്കുക. 4GB റാം, 64GB ഇന്റൽ മെമ്മറി വേരിയന്റ്, 6GB റാം, 128GB ഇന്റൽ മെമ്മറി വേരിയന്റ്. റാം ടൈപ്പ് LPDDR4X റാമും അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 2.2 ഈ ഒരു മീഡിയടെക്കിന്റെ G99 എന്ന പ്രോസറിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഓവറോൾ AnTuTu സ്കോർ വന്നിട്ട് നമുക്ക് ഏകദേശം ഒരു 3,70,000 റേഞ്ചിൽ വരും. 3,70,000 എന്ന് പറയുന്നത് ഒരു മിഡ് റേഞ്ച് പ്രോസസറിന്റെ ഒരു AnTuTu സ്കോർ ആണ്. ഓർക്കുക, ഇതൊരു 4G സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു പ്രോസസർ 4G പ്രോസസറാണ്. ഫോണിന്റെ മുകളിൽ ഇതുപോലെ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തുകൊണ്ട് വലിയ കാര്യം. അതുപോലെ സാധാരണ ഷോമി ഫോണുകളിലൊക്കെ കാണുന്ന ഇൻഫ്രാറെഡ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. വല സൈഡിലേക്ക് വരുമ്പോൾ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. താഴെ സ്പീക്കർ ഗ്രില്ല്, USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, ഇടതുവശത്താണ് സിം ട്രേ. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. എങ്കിലും ഇതിന്റെ ചാർജറിനോടൊപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ 22.5 വാട്ടിന്റെ ചാർജറാണ് നൽകിയിരിക്കുന്നത്. അത് പലപ്പോഴും ഷവമി ഫോണുകളോടൊപ്പം പോക്കോ ഫോണുകളോടൊപ്പം അങ്ങനെ കാണാറുണ്ട്. 18, പക്ഷേ ബോക്സിൽ 22. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 5000 mAh ബാറ്ററിയാണ് കരുത്ത് പകരുന്നത്. അപ്പോൾ 6nm പ്രോസർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഒരു സിം ട്രേ ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ്. അത് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ്. 2 നാനോ സിം കാർഡുകൾ, ഒരു മെമ്മറി കാർഡ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അതുകൊണ്ട് തന്നെയും ഒരുമിച്ച് ഉപയോഗിക്കാം. ഫോണിൻ്റെ സൈഡൊക്കെ ഇത്തരത്തിൽ ഒരു ഫ്ലാറ്റ് ആണ്, കർവ്ഡ് അല്ല. അതുപോലെ 8.9mm ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ്. വെയിറ്റ് വന്നിട്ട് 201 ഗ്രാം. ഒരല്പം വെയിറ്റ് ഉണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്. സാധാരണ ഞാനൊരു 200 ഗ്രാമിൽ താഴെയുള്ള ഫോണുകളാണ് ഐഡിയൽ വെയിറ്റ് ആയിട്ട് കണക്കൂട്ടുന്നത്. അപ്പോൾ 201 ഗ്രാം. ഓക്കെ. യെല്ലോ, ഐസി ബ്ലൂ, പവർ ബ്ലാക്ക് എന്നീ 3 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. പോക്കോ യെല്ലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പോക്കോയുടെ മുൻകാല ഫോണുകളിൽ കണ്ടിരുന്ന സെയിം യെല്ലോ കളർ. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. പക്ഷേ ഇതും ഓക്കെ, ഇത് ഡീസൻ്റ് ആണ്. ഇനി ഇതിന്നും ഡീസൻ്റ് വേണമെങ്കിൽ നമുക്ക് പവർ ബ്ലാക്കിലേക്ക് പോകാം. ഫുൾ ബ്ലാക്ക് ആയിട്ടിരിക്കും. ക്യാമറ മൊഡ്യൂൾ ബ്ലാക്ക്, ബോഡിയും ബ്ലാക്ക്. അപ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ ആ ഒരു ലെതർ ഫിനിഷ് കൃത്യമായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യില്ല എന്ന് മാത്രം. എന്ത് തന്നെയാലും ഈ ഒരു ലെതർ ഫിനിഷ്, ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകുന്നു എന്ന് വീണ്ടും പറയട്ടെ. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസിംഗ് അറിവായിട്ടില്ല. എന്നാലും എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതൊരു 15-17 നിൽക്കും പ്രൈസ്. 15,000-നും 17,000-നും. ഇനി 15-ൽ താഴെ വന്നാലും അത്ഭുതപ്പെടാനില്ല. പോക്കോയാണ് അഗ്രസീവ് പ്രൈസിങ്ങിലാണ് പുറത്തിറക്കുന്നത്. ഈ സ്മാർട്ട് ഫോണിൽ ഞാൻ നോക്കിയിട്ട് 2 കുറവേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്, 2 പറയുന്നത് 4G സപ്പോർട്ടേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന, അല്ലെങ്കിൽ ഒരു മീഡിയം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു 4G സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ വാങ്ങാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാതെ വാങ്ങാവുന്ന ഒരു 4G സ്മാർട്ട് ഫോൺ, അതാണ് പോക്കോ M5.